സംസ്ഥാനത്ത് കാരുണ്യ സുരക്ഷാ പദ്ധതി അവതാളത്തിൽ ഇനിയും സർക്കാർ കുടിശ്ശിക തുക ലഭ്യമാക്കിയില്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായും നിലയ്ക്കും. 1128 കോടിയിലധികം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചികിത്സയുടെ പേരിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ്. കാരുണ്യ പദ്ധതിക്ക് 1128 കോടി 69,16,163 കോടിയാണ് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. ഇതോടെ പദ്ധതിയിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ പിന്മാറുകയാണെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. 2023 ജൂണിൽ ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ധനകാര്യ, ആരോഗ്യ, കുടുംബക്ഷേമ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി പദ്ധതിയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപസമിതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ യോഗം ചേർന്ന് 11 മാസങ്ങൾക്ക് ശേഷമാണ് സമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതുൾപ്പെടെ വൈകുന്ന സാഹചര്യത്തിലാണ് പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിൻവലിയുന്നത്. 42 ലക്ഷം BPL കുടുംബങ്ങളാണ് കാരുണ്യ പദ്ധതിയിലുള്ളത്. വർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് ലഭിക്കുക. പദ്ധതിയിൽ ഇപ്പോൾ 346 സ്വകാര്യ ആശുപത്രികളാണുള്ളത്. പദ്ധതിക്കുള്ള കേന്ദ്രവീതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കാരുണ്യയ്ക്ക് പുറമെ മെഡിസപ്പ് പദ്ധതിയും കുടിശ്ശിക കാരണം പ്രതിസന്ധിയിലാണ്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.